ഈ സമരത്തിൻ്റെ കാരണം അറിയാത്തത് കൊണ്ടാണ് ഞാനിവിടെ ഇപ്പോൾ ദിവസങ്ങളോളമായി ജലപാനമില്ലാതെ ഇവിടെ ഇരിക്കുന്നത്. അതായത് ചൊവ്വാഴ്ച എന്നെ ഇവിടെ വന്നപ്പോൾ സെക്രട്ടറി പറഞ്ഞു ചായ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു, എന്നോട് ജോലിയിൽ തുടരണമെന്ന് പറഞ്ഞു. കാരണം ചോദിച്ചപ്പോൾ അവർ പിന്നെ അതിനെപ്പറ്റി വ്യക്തമാക്കുകയൊന്നും ചെയ്തില്ല. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പാർട്ടിക്കാർ ഇത് ഉപരോധ സമരമൊക്കെ നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നോട് ഇവിടെ കുത്തിയിരിക്കാൻ പറഞ്ഞു. കാരണം അറിയുന്നവരെ ഇവിടെ കുത്തിയിരിക്കണമെന്ന് പറഞ്ഞു. കാരണം കാണും 4 വർഷമായി അയാൾ വർക്ക് ചെയ്യുമ്പോൾ അതിനൊരു കാരണം പറയേണ്ട ഇന്ന കാരണത്തിലാണ് പിന്നെ ഒഴിവാക്കിയിട്ടുള്ളത്. അത് കാരണം പറഞ്ഞത് കേരളോത്സവത്തിൽ എന്തോ വിഷയം ഉണ്ടായിരുന്നാണ്. അന്ന് അവിടെ ഉണ്ടായിരുന്ന പിന്നെ നമ്മുടെ പ്രതിപക്ഷ മെമ്പർ അനിൽ പുലിപ്ര പറഞ്ഞത് ഫൈസലിൻ്റെ ഭാഗത്തൊന്നും തെറ്റിട്ടില്ല. അതേമാതിരി പ്രതിപക്ഷ നേതാവ് കെ ടി നാരായണ മാഷ്, ബഹുമാനപ്പെട്ട മാഷ് പറഞ്ഞത് ഫൈസൽ ഇത് തെറ്റുകാരനല്ല. അവരെൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്, BJP കൂടെ നിൽക്കുന്നുണ്ട്, കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്. അവർക്കാർക്കും വിഷയമില്ലാത്ത എന്താണ് ഇതിനിപ്പോൾ പുറത്താക്കാനുള്ള സാഹചര്യം എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിന്നിട്ടുള്ളത്. എനിക്കിപ്പോൾ പഞ്ചായത്ത് നീതി ലഭിച്ചിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ പോയി അവിടുന്ന് ഇതുവരെ കേസ് രജിസ്റ്റർ ചെയ്യുകയോ കാര്യങ്ങളും ചെയ്തിട്ടില്ല. ഇനി എൻ്റെ ജീവിതം മുന്നോട്ട് പോകണമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക. എന്തിനും ജീവിക്കണം എന്നുള്ള രീതിയിലേക്കാണ് എൻ്റെ കാര്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഫൈസൽ എന്ന വ്യക്തി പഞ്ചായത്തിൻ്റെ താൽക്കാലിക ഡ്രൈവറായിരുന്നു. പുള്ളി ഏത് ക്ലബിൻ്റെ ഭാരവാഹി കൂടിയാണ്. മറ്റെന്താ ചുമതലയാണ് ഉണ്ടെന്ന് തോന്നുന്നു. പുള്ളി കേരളോത്സവം നടക്കുന്ന സമയത്ത് ഒന്നിലേറെ തവണ പ്രകോപനപരമായിട്ട് പെരുമാറി എന്നുള്ള രീതിയിൽ പരാതി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എതിർ കക്ഷിയും പരാതി തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പഞ്ചായത്ത് കമ്മിറ്റി അതിനെപ്പറ്റി വിശദമായിട്ട് പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു ഉപസമിതിയെ ചുമതലപ്പെടുത്തി. ഉപസമിതി അവിടെ നിന്ന സാക്ഷികളുടെ പിന്നെ വിവരങ്ങൾ ശേഖരിക്കുകയും അവരുടെ മൊഴിയുടെയും മറ്റ് രേഖകളുടെ അടിസ്ഥാനത്തിൽ ഫൈസൽ അതിന് സെക്രട്ടറി കൊടുത്ത നോട്ടീസിന് മറുപടി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും തൃപ്തികരമായിട്ട് ഉപസമിതിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് തീരുമാനമെടുത്തത്. അപ്പോൾ ഈ കഴിഞ്ഞ ജനുവരി 21 കമ്മിറ്റിയിൽ ഒഴിവാക്കാൻ ആണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അത് രേഖാമൂലം അദ്ദേഹത്തെ അറിയിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു മറുപടി കത്ത് അവർക്ക് നൽകും. മറ്റ് ഉപസമിതി റിപ്പോർട്ടും പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കത്ത് കൊടുക്കുന്നത്. വിരലിൻ്റെ അറ്റം കട്ടായി പോയിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുമായിരുന്നു. മുറിച്ച് കളയണമെന്നാണ് കൊണ്ടുപോടത്തൊക്കെ പറഞ്ഞത്. കൂടെ ഉണ്ടായിരുന്ന അഭി പറഞ്ഞു നമുക്ക് കിംസ് അൽ ഷിഫയെ കൊണ്ടുപോകാം. വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.